ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം നന്നായി കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ 8 ഗ്ലാസ് വെള്ളം എടുത്ത ശേഷം നന്നായി ചൂടാകാനായി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള 1/2 കിലോ ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായി വലിയ സൈസിലുള്ള ബിരിയാണി റൈസാണ് എടുക്കേണ്ടത്. വെള്ളവുമായി നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് ബീൻസും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കൻ റെഡിയാക്കിയിട്ടുള്ള എണ്ണയിൽ തന്നെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. റൈസ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതേ പാനിൽ ആ ഓയിലിൽ തന്നെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയും റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് റെഡിയായി വന്നിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് വഴറ്റിയെടുത്തിട്ടുള്ള ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചെറുതായി ഒന്ന് പൊടിച്ച ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റെഡിയായിട്ടുള്ള മുട്ടയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും സവോളയും ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.